മോദി സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ അതിക്രമങ്ങൾ എണ്ണി പറഞ്ഞ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം തുടരുകയാണ്. അതേസമയം ദൃശ്യങ്ങളടക്കം പ്രദർശിപ്പിച്ചാണ് രാഹുൽ ഗാന്ധി ഈ വാർത്താ സമ്മേളനം ആരംഭിക്കുന്നത്. മാത്രമല്ല ഈ സമാധാനപരമായി പ്രതിഷേധിച്ചിരുന്ന വിദ്യാർത്ഥികളെ യാതൊരു തരത്തിലുള്ള പ്രകോപനങ്ങളും ഇല്ലാതെയാണ് പോലീസിനെ ഉപയോഗിച്ച കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ അവർക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് എന്നതടക്കം രാഹുൽ ഗാന്ധി പറയുകയായിരുന്നു. മാത്രമല്ല 7.5 വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ബാധിച്ചത്. ഇവരെയെല്ലാം സംരക്ഷിക്കുന്നതിനായി ഇനിയിപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി മാത്രമാണ് രാജി ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധ സമ്മേളനത്തെ അനുകൂലിക്കുന്നു, താനും പിന്തുണയ്ക്കുന്നു എന്നത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. പോലീസിനെ ഉപയോഗിച്ച വിദ്യാർത്ഥികളെ അടിച്ചമർത്തുന്ന മോദി സർക്കാരിന്റെ നിലപാട് വളരെ ആശങ്കാപരമാണെന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം തുടരുന്നത്. മാത്രമല്ല ആദ്യം മുതലേ കേന്ദ്ര സർക്കാർ ഈ പോലീസിനെ ഉപയോഗിച്ച വിദ്യാർത്ഥി പ്രതിഷേധത്തെ അടിച്ചമർത്തുന്ന ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത്. മാത്രമല്ല സമാധാനമായി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനൊരു മികച്ചൊരു ഉദാഹരണം തന്നെയായിരുന്നു ഈ രാജ്യ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ CJPയുടെ പ്രതിഷേധം എന്നതിൽ സംശയമില്ല. ഒരു ജനാധിപത്യത്തിനുള്ള വിശ്വാസം തകരുന്ന ഒരു രീതിയിലുള്ള ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടക്കമുണ്ടായത്. ഇതിനെതിരെ അടക്കം ശബ്ദമുയർത്തുന്ന ഒരു പ്രതികരണം, ഒരു വാർത്താ സമ്മേളനമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും വലിയ ജനക്കൂട്ടമാണ് ഈ CJP പ്രതിഷേധത്തെ പിന്തുണച്ചുകൊണ്ട് ജന്തർ മന്ദിറിലേക്ക് എത്തുന്നത്. അതേസമയം ഇന്നലെ കോൺഗ്രസ് അടക്കം ഒരു സമാന്തര ബദൽ പ്രതിഷേധവുമായി നരേന്ദ്രമോദിയുടെ വീടിന് മുൻപിൽ തടിച്ചുകൂടിയിരുന്നു. ഇതിനെതിരെ അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉയരുന്നു. ഇത് ഒരു CJPയുടെ പ്രതിഷേധത്തെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ആം ആദ്മി പാർട്ടി അടക്കം ഉന്നയിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ കൂടി ചേരുന്നു. വിഷ്ണു, ഈ കേന്ദ്ര സർക്കാരിന്റെ, മോദി സർക്കാരിന്റെ അതിക്രമങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. മാത്രമല്ല ഇതിൽ നരേന്ദ്രമോദി മാപ്പ് പറയണമെന്നടക്കമുള്ള ആവശ്യങ്ങളും രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉമ, കഴിഞ്ഞ 20-ാം തീയതി നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ പോലീസ് നടത്തിയ ക്രൂരമായിട്ടുള്ള അതിക്രമങ്ങളുടെ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തന്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏകദേശം 152 ചോദ്യപേപ്പർ ചോർച്ച സംഭവങ്ങളാണ് രാജ്യത്ത് ഉണ്ടായത്. പക്ഷേ ഇതിലൊന്നും തന്നെ ഒരു നടപടിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, ആരെയും ശിക്ഷിച്ചിട്ടില്ല എന്നതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ ഏകദേശം 7.5 കോടി വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയുമാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച വിഷയങ്ങൾ ബാധിച്ചിരിക്കുന്നത്. കുട്ടികളൊക്കെ തന്നെ കടുത്ത സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിലവിൽ തന്നെ നിരവധി വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നു. എന്തായാലും ഇപ്പോൾ ഈ പ്രതിഷേധം ഇരിക്കുന്ന വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും ന്യായമാണ്. അവരെ എന്തിനാണ് ഇത്തരത്തിൽ തല്ലിച്ചതച്ചത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ തല്ലിച്ചതച്ചവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി വേണം, അതിന് നിർദ്ദേശം നൽകിയവർക്കെതിരെ നടപടി വേണം എന്നതാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത്. ഇതിനു പുറമെ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ തല്ലിച്ചതയ്ക്കാൻ ഇവർക്ക് ആരാണ് അധികാരം നൽകിയത്? കാരണം വിദ്യാർത്ഥികൾ കുറ്റവാളികളോ തീവ്രവാദികളോ അല്ല, അവർ ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നതാണ്. അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും 100% ന്യായമായിട്ടുള്ള ആവശ്യമാണ് എന്നതാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്തായാലും അല്പം മുന്നേ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾ, അതായത് വിദ്യാർത്ഥികൾ ഉയർത്തുന്ന 3 ആവശ്യങ്ങളാണ് ഉള്ളത്. ആ ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ ആവശ്യമെന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി,
ഈ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചവർക്കെതിരെ നടപടിയെടുക്കുക. മൂന്നാമത്തെ ഡിമാൻഡായി ആവശ്യമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തെ വിദ്യാർത്ഥികളോട് മാപ്പ് പറയുക. ഈ 3 ആവശ്യങ്ങൾ അത് ഉറപ്പാക്കണമെന്നതാണ് എന്തായാലും രാഹുൽ ഗാന്ധി തന്റെ വാർത്താ സമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനു പുറമെ ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നത് പ്രധാനമായിട്ടും ആം ആദ്മി പാർട്ടിയുടെ ആരോപണമാണ്. ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത് രാഹുൽ ഗാന്ധി CJP പ്രതിഷേധത്തെ, ഈ വിദ്യാർത്ഥി പ്രതിഷേധത്തെ ഇല്ലാതാക്കാൻ ഒരു ശ്രമം നടക്കുന്നു എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. പക്ഷേ ഈ ഒരു ചോദ്യത്തിന് രാഹുൽ ഗാന്ധി വ്യക്തമായ ഒരു മറുപടി പറഞ്ഞില്ല. ഇതിന് മറുപടി പറയാതെ രാഹുൽ ഗാന്ധി പറയുന്നത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് 100% പിന്തുണ താൻ നൽകുന്നുണ്ട്, കോൺഗ്രസ് പാർട്ടി നൽകുന്നുണ്ട്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രതിഷേധത്തിന് പിന്തുണ നൽകുന്നുണ്ട് എന്ന് മാത്രം. അതിന്റെ അപ്പുറത്തേക്ക് ആം ആദ്മി പാർട്ടിയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ എന്തായാലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല. ഉമ.